തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ നാടകീയ രംഗങ്ങൾ. അധികാരമേറ്റതിന് പിന്നാലെ UDF പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീത രാജിവെച്ചു. SDPI പിന്തുണയോടെയാണ് പാങ്ങോട് UDF ഭരണം പിടിച്ചത്. SDPI പിന്തുണ ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജി. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, പിന്തുണ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും പിന്തുണയ്ക്കുകയാണ് SDPI. പാങ്ങോട് SDPIയുടെ സാന്നിധ്യം കുറച്ചധികം കാണാറുള്ള ഇടം കൂടിയാണ്. എന്താണ് ഇനി കാണാൻ പോകുന്നത്? അഖില, പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ നിലവിലെ കക്ഷിനില LDF 7, അതിനോടൊപ്പം തന്നെ UDF 7, അതിൽ 6 കോൺഗ്രസ് കൗൺസിലർമാരും ഒരു വെൽഫെയർ കൗൺസിലറുമാണുള്ളത്. SDPIക്ക് 3 കൗൺസിലർമാരുണ്ട്, BJP 2 എന്നിങ്ങനെയാണ് കക്ഷിനില. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFനെ പിന്തുണയ്ക്കും എന്ന് SDPI അറിയിച്ചിരുന്നു. പക്ഷേ SDPIയുടെയും UDFൻ്റെയും പിന്തുണ വേണ്ട, ഭരണം നേടാൻ എന്നുള്ള നിലപാടിലായിരുന്നു UDFും LDFും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇലക്ഷനോട് അടുത്തപ്പോൾ SDPI വോട്ട് ചെയ്തത് UDF സ്ഥാനാർത്ഥിയായ എസ് ഗീതയ്ക്കാണ്. ഈ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 10 വോട്ടുകൾ നേടി എസ് ഗീത വിജയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയും ചെയ്തു. പക്ഷേ ഇതിന് പിന്നാലെ LDFനുള്ളിലും UDFനുള്ളിലും വലിയ പ്രതിഷേധമുണ്ടായി. SDPI പിന്തുണ നേടിക്കൊണ്ടാണ് UDF ഭരണം നേടിയെന്ന് ആരോപിച്ചുകൊണ്ട് LDF അംഗങ്ങൾ പ്രതിഷേധിച്ചു. ഒപ്പം തന്നെ UDFനുള്ളിലും കലഹമുണ്ടായി. SDPIയുടെ പിന്തുണ വേണ്ട എന്നാണ് KPCC നേതൃത്വം അടക്കം പ്രാദേശിക നേതൃത്വത്തെ അറിയിച്ചത്. പക്ഷേ ഇത് ലംഘിച്ചുകൊണ്ട് UDF എന്തിന് SDPIയുടെ പിന്തുണ നേടി, അത് ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രാദേശിക നേതൃത്വത്തിനുള്ളിൽ തന്നെ ഒരു കലഹമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമേറ്റ എസ് ഗീത രാജിവെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പും അല്പസമയത്തിനുള്ളിൽ നടക്കും. അതിലും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത പ്രവൃത്തി ദിവസത്തിൽ നടത്താനാണ് വരണാധികാരി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അഖില, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ചൊവ്വന്നൂരിൽ SDPI പിന്തുണയോടെ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനോട് രാജിവെക്കാൻ പ്രതിപക്ഷ നേതാവ് നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് DCCക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട KM നിതീഷ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം. വിവരങ്ങളുമായി ലെവിൻ K വിജയൻ ഉണ്ട്. ലെവിൻ, വർഷങ്ങൾക്ക് ശേഷം ഒരു മാറ്റം വന്നതായിരുന്നു അവിടെ. ഈ പ്രതിപക്ഷ നേതാവിന്റെ ഈ നിർദ്ദേശം ഇവിടേക്ക് മാത്രമാണോ, മറ്റിടങ്ങളിലേക്കുമുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സമയങ്ങൾക്ക് മുൻപ് നമ്മൾ നിതീഷിന്റെ പ്രദേശത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടു. പക്ഷേ അവർ രാജിവെക്കാനായിട്ടൊരു നിർദ്ദേശം KPCC തലത്തിൽ നിന്നോ VD സതീഷിന്റെ ഓഫീസിൽ നിന്നോ ലഭ്യമായിട്ടില്ല എന്നുള്ളൊരു പ്രതികരണമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ഈ നിർദ്ദേശം വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ SDPIയുമായി കോൺഗ്രസ് കക്ഷി ചേരുന്നത് ഭൂഷണമാണോ, അത് ശരിയാണോ എന്നുള്ള നിലപാടിൽ തങ്ങൾ ആരുടെയും പിന്തുണ സ്വീകരിച്ചിട്ടില്ല, തങ്ങൾക്ക് 2 SDPI അംഗങ്ങൾ പിന്തുണ നൽകുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രാജിവെക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചന ഇല്ല എന്നുള്ളതായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ മുൻപ് നമ്മൾ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ പറയുന്ന വ്യക്തികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഔദ്യോഗികമായി KPCC നേതൃത്വത്തിന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെയും അടക്കം നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് അവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. പക്ഷെ ഔദ്യോഗികമായി അങ്ങനെ ഒരു നിർദ്ദേശവും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ മടി കാണിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. DCC നേതൃത്വവും അടക്കമുള്ള ആളുകളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അത്തരം നിർദ്ദേശം ഉടൻ ഉണ്ടാകും, ഈ രാജിവെക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അധികാരത്തിൽ എത്തിയതിനു ശേഷം രാജിവെക്കാൻ തയ്യാറല്ല എന്നുള്ള സമീപനമാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട നിതീഷിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കേൾക്കാനായിട്ടുള്ളത്. ഇന്നാണ് കുന്നംകുളത്ത് ചൊവ്വന്നൂർ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും നിതീഷിനെ 5 UDF അംഗങ്ങളാണ് അവിടെയുള്ള 2 SDPI അംഗങ്ങൾ പിന്തുണ നൽകുകയും ചെയ്തതോടുകൂടി പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഈ നീക്കങ്ങളെല്ലാം നടക്കുന്നത്. ലെവിൻ K വിജയനാണ് വിവരങ്ങൾ നൽകിയത്.